പല പല കാര്യങ്ങൾ നമ്മളുടെ മക്കളെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ, പല സ്ഥലത്തേക്കും നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ, പലരുമായിട്ട് നമ്മുടെ മക്കൾ ബന്ധപ്പെടുന്ന, ചർച്ച ചെയ്യുന്ന, കളിക്കുന്ന വേളയിൽ ആധുനികമായിട്ടുള്ള പല ഭക്ഷണ പദാർത്ഥങ്ങളും അവർ കഴിക്കുന്നു, പല സിനിമകളും കാണുന്നു. എത്ര തരത്തിലുള്ള അറിവുകളാണ് നമ്മുടെ മക്കൾക്ക് കേട്ടും കണ്ടും ചർച്ച ചെയ്തും ചിന്തിച്ചും ലഭിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് ജീവിതത്തിൽ ആസ്വദിക്കാൻ സാധിക്കുന്ന മറ്റൊരു വിഭാഗം കാര്യങ്ങൾ കൂടിയുണ്ട്. അമ്മയും അച്ഛനും അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ മക്കൾക്കത് കൊടുക്കാൻ സാധിക്കും. നമ്മുടെ പഴയ കാലത്തെ കളികൾ, കല്ലുകൾ ഉപയോഗിച്ച കളികൾ, ഈർക്കലി ഉപയോഗിച്ച്, കക്ക ഉപയോഗിച്ചുള്ള കളികൾ, അതുപോലെ തന്നെ പുളുങ്കുരു ഉപയോഗിച്ച്, കുന്നിക്കുരു ഉപയോഗിച്ച്, ഇങ്ങനെ ധാരാളം കളികൾ, ഇരുന്ന് കളിക്കാവുന്ന കളികളുണ്ട്. കരിങ്കല്ല് ഉപയോഗിച്ച് ദായം കളികളൊക്കെ ഉണ്ട്. ആ കളികളൊന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുത്തൂടെ? ഇനി ശരീരം അനങ്ങി കളിക്കാവുന്ന ഏറുപന്ത് കളിയുണ്ട്, കുട്ടിയും കോലും കളിയുണ്ട്, കുഴിപ്പന്ത് കളിയുണ്ട്, അങ്ങനെ പെട്ടിയുണ്ടാക്കി വരച്ചുള്ള കളികളുണ്ട്, റൈറ്റോ കുയിറ്റോ ചോദിച്ചിട്ടുള്ള കളികളുണ്ട്. എത്ര തരം കളികൾ, ശരീരം അനങ്ങിയുള്ള കളികൾ, അതുപോലെ ശരീരം വലുതായിട്ട് അനങ്ങാതെ ഒരു മൂലക്കിരുന്ന് ഒരു പൈസ പോലും ചെലവില്ലാതെ നിരന്തരം കളിക്കാവുന്ന കളികളുണ്ടല്ലോ, ഇല്ലേ? ഈ കളികളൊക്കെ നമ്മളുടെ മക്കൾക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? സാധിക്കുന്നത് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ സ്കൂളിൽ 100 കണക്കിന് കുട്ടികൾ ഇതുമാതിരിയുള്ളത് കളിക്കാറുണ്ട്. നമ്മുടെ സ്കൂളിൽ പുതിയ ബ്ലോക്ക് വരുന്നുണ്ട്, ശ്രീശങ്കര ബ്ലോക്ക്. അതിൻ്റെ പുറകിൽ മുനിസിപ്പാലിറ്റി റൂള് പ്രകാരം 5 മീറ്റർ സ്ഥലം വിടുന്നുണ്ട്. ഏതാണ്ട് 60 മീറ്റർ, 50 മീറ്റർ ഇൻറ്റു 5 മീറ്റർ, അത് മുഴുവനും ഇൻ്റർലോക്ക് ബ്രിക്കിട്ട് കുട്ടികൾക്ക് ഇരുന്ന് കളിക്കാവുന്നത്. നമ്മുടെ പൈതൃകവുമായിട്ട് ബന്ധപ്പെട്ട കളികൾ ഇന്ന് തന്നെ ഉണ്ട്. ഈ 5 മീറ്റർ വീതിയിൽ, ഇത്രയും നീളത്തിൽ മുഴുവനും കുട്ടികൾക്ക് ഇരുന്ന് കളിക്കാൻ, തൊങ്കി കളിക്കാൻ, ചാടിക്കളിക്കാൻ, നമ്മുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട കളികൾ കുട്ടികളെ കളിപ്പിക്കാൻ, സിനിമാ പേര് പറഞ്ഞ് കളിക്കാൻ, പുതിയ പുതിയ വ്യക്തികളുടെ പേര് പറഞ്ഞ് കളിക്കാൻ, പുതിയ നാടുകൾ, അവിടെ ഉള്ള നാണയങ്ങൾ, അതിൻ്റെ ആ നാടിൻ്റെ തലസ്ഥാനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കളിക്കാൻ വളരെ രസകരമായിട്ടുള്ള കളികൾ. ഇങ്ങനെയുള്ള ശരീരം അനങ്ങിയുള്ള കളികളും ശരീരം അനങ്ങാതെയുള്ള കളികളും ഇതെല്ലാം നമ്മളുടെ പൂർവികർ നമുക്ക് തന്നത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ എവിടെ പോയാലും എങ്ങനെ പോയാലും ഏത് ചുറ്റുപാടുകളിലും ഈ കളികളൊക്കെ കളിക്കാവുന്നതാണ്. അതിന് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാധനവും വേണ്ട, ബാറ്റ് വേണ്ട, നെറ്റ് വേണ്ട, വലിയ നിയമങ്ങളൊന്നുമില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന നിയമമാണ് ആ കളികൾ. അത് മക്കൾ ആസ്വദിക്കുന്നത് അകത്ത് നിന്ന് നിയമം ഉണ്ടാക്കിയിട്ടാണ്. അതിലെ ജയവും പരാജയവും എല്ലാം അവർക്കൊരു ഹരമാണ്. അങ്ങനെയുള്ള കളികൾ കുറേ എണ്ണം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തൂടെ? എത്ര നന്നായിട്ട് അവർ ജീവിതം ആസ്വദിക്കും. നിങ്ങളത് ചെയ്യുമെന്ന് ഗോപാലകൃഷ്ണൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഏത് വിഭാഗക്കാരും അൾട്രാ മോഡേൺ ആയിട്ടുള്ള ജീവിതത്തിൻ്റെ കൂട്ടത്തിൽ ചില നല്ല പഴയ കളികൾ ആസ്വദിച്ച് നമുക്ക് ഏത് സമയത്തും അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അടുത്ത് തന്നെ കിട്ടുന്നതാണ്. കരിങ്കല്ലായാലും ഈർക്കലി ആയാലും പുളുങ്കുരു ആയാലും കുന്നിക്കുരു ആയാലും എല്ലാം നമുക്ക് കിട്ടും. അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.